അവകാശവാദം എന്താണ്? ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ ആധികാരികമായിട്ട് തന്നെ വീണ്ടും നാളെ ഉറപ്പിച്ച് പറയുകയാണ്. നാളെ ഒരു സംഭവം ഉണ്ടായാൽ അത് വെച്ച് 9.5 കൊല്ലക്കാലത്ത് ഇടതുപക്ഷത്തിനാവുന്നതുകൊണ്ടും ഭരണം പരാജയപ്പെട്ടു എന്ന ആഖ്യാനം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് സത്യമല്ല. എന്താ ഞങ്ങളുടെ ഫോക്കസ്? അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികവാർന്ന പോലീസ് സേനയായി കേരള പോലീസ് സേനയെ ആധുനീകരിച്ചു. അതിനൊരു 1000 ഉദാഹരണങ്ങൾ അങ്ങോട്ട് വേണേൽ പറയാം. ഇന്ന് അതിന് സമയമില്ലല്ലോ. നിരവധി അവാർഡുകൾ ലഭിച്ചത് നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടി? അല്ല പറയണം, കാരണം പിടിച്ചുകൊണ്ട് വരുന്ന ആളുകളുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുന്നതാണോ ആധുനികവൽക്കരണം? ചൊറിയണം തേക്കുന്നതാണോ ആധുനികവൽക്കരണം? ശ്രീ അനിൽകുമാർ, അതെ. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? കേരളത്തിലാണ് സാർ മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞ് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞ് മനുഷ്യരെ വെടിവെച്ച് കൊന്നത് നിങ്ങളുടെ ഘടകകക്ഷിയാണ് പറഞ്ഞത് വ്യാജ ഏറ്റുമുട്ടലായിരുന്നു. അതുകൊണ്ട് ഇത്തരം ബേസ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിക്കലി വിളിച്ചു പറഞ്ഞ് സ്വയം നാറരുത്. അനിൽകുമാർ, ഞാൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രി പറയുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസാണ് കേരള പോലീസ് എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന്. ആര് പറഞ്ഞു? ഏത് പുരസ്കാരം? അങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കേണ്ടതാണോ നിഷ പറയണത്? നിഷ വിചാരിക്കുന്ന ഞാനൊന്നും പറയേണ്ടതാണോ? സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയെ? ഇല്ല, ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. അത് പുതിയൊരു അറിവാ. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. കേരള പോലീസിന് കിട്ടിയ എല്ലാ അവാർഡുകളുടെയും പട്ടിക ഞാൻ പറയാം. എൻ്റെ കയ്യിൽ ധാരാളം പട്ടിക പറയാനുണ്ട്. നിഷ ഇതിന് സമയം തരികയല്ലോ. ഞാൻ തിരിച്ചൊരു ഞാൻ നേരെ ചോദിച്ചു. താങ്കൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. താങ്കൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്ന കേരള പോലീസ് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്ന് ഏത് പുരസ്കാരം ആര് എവിടെ വെച്ച് തന്നു? അതൊന്ന് പറ, ഏറ്റവും നോക്കാമല്ലോ. ഉണ്ട് മാഡം. അപ്പോ എത്ര നേരം തരുമെന്ന് പറയാൻ? ഇത് മാത്രം ബുദ്ധിമുട്ടിട്ടാണെന്ന് അറിയാം ഓരോരുത്തരുടെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്നത്? എനിക്ക് എത്ര നേരം തരുമെന്ന് പറയാൻ താങ്കൾ പറഞ്ഞു. കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ വേറെ വഴിക്ക് മിനിറ്റിൽ പറയാവുന്നല്ലോ. ഏത് വർഷം ഏത് പുരസ്കാരം ആര് തന്നു? രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്ന പുരസ്കാരമായിരിക്കണം നമ്മുടെ രാജ്യത്ത്. അപ്പോ എത്ര നേരം തരുമെന്ന് പറയാൻ? എനിക്ക് എത്ര നേരം തരുമെന്ന് പറയാൻ? താങ്കൾ പറഞ്ഞു. കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ വേറെ വഴിക്ക് മിനിറ്റിൽ പറയാവുന്നല്ലോ. ISO അംഗീകാരം ലഭിക്കുന്ന ആദ്യ SP ഓഫീസ് എവിടെയാണ്? ISO അംഗീകാരം ലഭിക്കുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് SP ഓഫീസിന് ISO പുരസ്കാരം കിട്ടുന്നതാണോ ശ്രീ അനിൽകുമാറൊക്കെ? രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് ISO പുരസ്കാരം കിട്ടും. അപ്പൊ മാനേഴ്സ് മാത്രമല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ നിഷേ. അല്ലല്ല, ഞാൻ നിഷയോട് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിഷയ്ക്ക് ഇത് അറിയാവോന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അടുത്ത 2018 ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് അവാർഡ് പിടിച്ചോ. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വിഭാഗത്തിൽ കേരള പോലീസിന്റെ കൗണ്ടർ ചൈൽഡ് സെക്സ്വൽ നന്നായിട്ട് അറിയായിരുന്നു ഈ കൗണ്ടർ ചൈൽഡ് സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ സെന്റർ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തത് അടുത്തത് കിട്ടൂ. അടുത്തത് 2020 ഫിക്കി സ്മാർട്ട് പോലീസിംഗ് അവാർഡ്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. നമ്മുടെ ഏറ്റവും വലിയ പുരസ്കാരമാണ് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പോലീസ് സ്റ്റേഷൻ 2018 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്ത രാജ്യത്തെ 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി. കൊല്ലം റൂറൽ ജില്ലയിലെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും കുറുപ്പേറ്റ ആള് വളരെ ഡീസന്റാ സ്റ്റേഷൻ. എന്റെ പൊന്നനിൽകുമാറെ, താങ്കൾ MHAയുടെ സൈറ്റിൽ കയറി ഒന്ന് നോക്കണം. രാജ്യത്ത് നിരവധി പോലീസ് സ്റ്റേഷനുകളെ തിരഞ്ഞെടുക്കും. കേരളത്തിൽ എല്ലാ വർഷവും ഓരോ പോലീസ് സ്റ്റേഷൻ വരാറുണ്ട്. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ രാജ്യത്തെ 10-30 മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ വരുന്നതോ SP ഓഫീസിന് ISO പുരസ്കാരം കിട്ടുന്നതോ പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന് പുരസ്കാരം കിട്ടുന്നതോ ഒക്കെയാണോ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസാണ് കേരള പോലീസ് എന്ന് വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡം? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല.
വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ആ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നേടിയ നേട്ടങ്ങൾ, അതിനാണ് നമ്മൾ പറയുന്നത് സൈബർ ഡോം പുരസ്കാരം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖേന നടത്തുന്ന വിവിധങ്ങളായ സംരംഭങ്ങൾ പ്രഹസനമാണ് സജി. ശിവകുമാർ, മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതാണ് അടിസ്ഥാനപരമായി ഇവർക്ക് ശമ്പളം കൊടുത്തുവെച്ചിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഏത് പുരസ്കാരത്തിന്റെ കണക്കാണ് നിങ്ങൾ പറയുന്നത്? ഒന്നാമത്തെ കള്ളം, രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്ന പുരസ്കാരം ഈ രാജ്യത്ത് നിലവിലില്ല. താൻ ഇവിടെ ഇരുന്ന് ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും 10-30ഓളം പോലീസ് സ്റ്റേഷനുകൾക്ക് ഓരോ സംസ്ഥാനത്ത് നിന്നുമായി പോലീസ് സ്റ്റേഷനുകൾ ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത് ചില പുരസ്കാരങ്ങൾ കൊടുക്കും. അതിൽ കേരളത്തിൽ നിന്ന് ഓരോ വർഷവും ഒരു പോലീസ് സ്റ്റേഷനുകൾ വരാറുണ്ട്. അത് എല്ലാ സംസ്ഥാനത്തു നിന്നും വരാറുണ്ട്. ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ നിന്ന് അത്തരത്തിൽ പോലീസ് സ്റ്റേഷനുകളെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് രാജ്യത്തെ ഏറ്റവും മികച്ചതാണെന്നൊക്കെ നിയമസഭയിൽ വന്ന് പറയാനുള്ള തൊലിക്കട്ടി കുറച്ച് കട്ടി തന്നെയാണ് കേട്ടോ ശിവകുമാർ. റോജിയൻ ജോൺ താങ്കൾ കൈ ഉയർത്തിയതുകൊണ്ടാണ്. പറയട്ടെ. അല്ലല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കേരള പോലീസിന്റെ ഈ ചർച്ച പോലീസ് അപ്പന്റെ തള്ളുകഥ കേൾക്കാൻ വന്ന സിബന്ധികളല്ലട്ടത്. പോലീസിന് അങ്ങനെ കുരിശല്ലോ അവയുടെ കുരിശ് ഇന്ത്യയിൽ അങ്ങനെ ഒരു റാങ്കിംഗ് ഇല്ല. പല ഏജൻസികളും അപ്പൊ നമ്മൾ ഒരു നടക്ക് പോവില്ലല്ലേ? എന്റെ അവസരമാണ്. താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾക്ക് ഈ രാജ്യത്തില്ല. പല കാറ്റഗറിയിലുള്ള പുരസ്കാരങ്ങൾ പല സംസ്ഥാനങ്ങളിലെയും പോലീസിന് കിട്ടാറുണ്ട്. അതാണ് വാസ്തവം. അതൊക്കെ നിയമസഭയിൽ വന്ന് പറയുന്നത് കടുപ്പമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ആയാലും ആരെയും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ ഉന്നയിച്ചത്. ശ്രീ റോജിയൻ ജോൺ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ. പറയട്ടെ സാർ. നിഷ എന്റെ അവസരമാണ്. എനിക്ക് അവസരം തരണം. ഇവിടെ നിഷ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയില് സംസ്ഥാന അടിസ്ഥാനത്തിൽ പോലീസിനെ റാങ്ക് ചെയ്യുന്ന സംവിധാനം ഇന്ത്യയിലില്ല. പച്ചയായ യാഥാർത്ഥ്യമാണ്. പിന്നെ ഏതെങ്കിലും ഏജൻസികൾ എവിടെയെങ്കിലും എന്തൊക്കെ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പോയി ഏതാണ്ട് സമ്മാനം മേടിച്ചു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ പറയുന്നത് പോലെ കഞ്ഞിക്കുഴി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അവാർഡ് കിട്ടി എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ കേരള പോലീസിന് ഏതാണ്ട് റാങ്ക് കിട്ടി, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസാണെന്ന് അനിൽകുമാറും മുഖ്യമന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് വല്ല അവാർഡ് കൊണ്ടോ? അങ്ങനെ ഒരു അവാർഡ് ഇല്ല. എന്തിന് അനിൽകുമാർ പറഞ്ഞതോ മുഖ്യമന്ത്രി പറഞ്ഞതോ ആയിട്ടുള്ള ഒരു റാങ്കിംഗ് സംവിധാനം ഇന്ത്യയിലില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസാണ് കേരള പോലീസ് എന്ന് നരേന്ദ്രമോദി സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളോ പറഞ്ഞിട്ടുണ്ടോ ശ്രീ ജയചന്ദ്രൻ? അനിൽകുമാർ ഈ ചർച്ച വന്നിരിക്കുകയാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. ഞാൻ പറയുന്നത് സർ, ഇത് വിദ്യയുടെ ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരം കേരള പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് കേരള പോലീസാണെന്ന് പറയുന്നത് ശ്രീ ജയചന്ദ്രൻ പെട്ടെന്ന് മറുപടി പറയാം. അല്ലല്ല, ബാക്കി പറയാം. അല്ലല്ല, അവിടുന്ന് ഒളിച്ചു പോകണ്ട. ലണ്ടനിൽ പോയി ഇരുമ്പ് കസേര എന്തോ വലിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തിരുവനന്തപുരത്തെ മേയർക്ക് എന്തോ ഒരു വലിയ സംഭവം കിട്ടിയെന്ന് കഴിഞ്ഞ ദിവസം ഇതേമാതിരി പറഞ്ഞിട്ടുണ്ട്. അനിൽകുമാറിന്റെ ഏറ്റവും വലിയ എതിർപ്പ് എന്താണെന്നറിയോ? ശത്രു എന്താണെന്നറിയോ? ഈ രാജ്യത്ത് വിവര സാങ്കേതിക വിദ്യ വർദ്ധിച്ചു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. ഒരു നമ്പർ കേൾക്കുന്നില്ല. അനിൽകുമാറെ ശരിയപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നേ. വെള്ളം കിട്ട് ഇറങ്ങിയിരിക്കുന്നു മരക്കഴുത. ഏറ്റവും മികച്ച സംസ്ഥാന പോലീസ് ക്ലാസിഫിക്കേഷൻ ഇല്ലാതെ ഒരു പുരസ്കാരവുമില്ല. പച്ചക്കള്ളമാണ്. നിയമസഭയിൽ പറഞ്ഞാലും ആര് പറഞ്ഞാലും. തനിക്കൊക്കെ തെണ്ടി ജീവിച്ചൂടോ? ഈ മുഴുവൻ ഇങ്ങനെയാണോ? ഒരു പണിയെടുക്കല ബാക്കി ആൾക്കാരെ മുഴുവൻ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. മതി